ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, താങ്കളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊരു സംഘടന അല്ലെങ്കിൽ ഒരേ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന സംഘടനയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ഇതൊരു ഇൻസ്പിറേഷൻ കാണുന്നുണ്ടോ? നാളെ നമുക്ക് കെ രാജനെ വിളിച്ചിട്ട് ചെങ്കൊടിക്ക് കാവലാൽ ചെങ്കനൽ കനക്കൊരാൾ എന്നൊരു പറഞ്ഞു വേറൊരു പാട്ട് നമുക്ക് ചിത്രസേന ചേട്ടനെ കൊണ്ട് എഴുതിച്ചാലോ? ചിഞ്ചുറാണിയോ കെ രാജനെയോ ആരെങ്കിലും വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ പാട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ചിത്രസേന എഴുതിയായിരുന്നാലും അതിൻ്റെ ട്യൂണായിരുന്നാലും നല്ല ആവേശകരമാണ്. ഇപ്പോൾ ഇതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമൊക്കെയാണ് ഇവിടെ ഉയർന്നു വരുന്നതായി അഭിലാഷ് സൂചിപ്പിച്ചത്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ അതിൻ്റെ വഴിക്ക് എന്നായിരുന്നാലും അതിനെയൊക്കെ നന്നായി മറുപടി പറയാൻ കഴിയുന്നതാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. വളരെ ചെളിവാരി എറിയുന്നതിൻ്റെ ഒരു പൂച്ചണ്ട് കിട്ടിയാൽ ആ തരത്തിൽ ആ അർത്ഥത്തിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് തോന്നി അതൊരു ഒരു കൃത്യമായ ഒരു ന്യായീകരണം അതിനകത്തുണ്ട്. എൻ്റെ മനസ്സിനകത്ത് അത് കേട്ടപ്പോൾ തോന്നിയത് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നോ സോണാമാർഗിലെ ഒരു ഉദ്ഘാടനം നമ്മൾ കണ്ടു. നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്നൊരു വരവുണ്ട്. ശ്രദ്ധിച്ചാണ് അഭിലാഷ് ശ്രദ്ധിച്ചാണ് ഒരു ജീപ്പൊക്കെ അലങ്കരിച്ച് വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വേറൊരാളെ ഒരു അറ്റയിറക്കുക. അത് കാണുമ്പോൾ ഒരു പലരും സോഷ്യൽ മീഡിയയിൽ വലിയ അത് പുകഴ്ത്തുന്നവരുണ്ട്, വാഴ്ത്തുന്നവരുള്ളവരുണ്ട്. അപ്പം നമുക്ക് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ, ഈ പറഞ്ഞ തരത്തിൽ പലതരത്തിൽ. പക്ഷേ എന്നാലും ഇവിടെ അതിനകത്ത് ഈ പാട്ട് മുഴുവൻ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പുകഴ്ത്തലോ വാഴ്ത്തലോ ആയില്ല. ബാക്കി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം, ഞങ്ങൾക്കും ഉണ്ടാവാം, അങ്ങോട്ട് പലർക്കും ഉണ്ടാവാം. പുകഴ്ത്തലോ വാഴ്ത്തലോ അല്ലാത്ത ഏത് വരിയാണുള്ളത്? മുഴുവൻ വരികളും പുകഴ്ത്തലാണ്. ഞാൻ ചോദിക്കുന്നത് ശരി, ഇപ്പൊ നരേന്ദ്രമോദി ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്സ്മാൻ ആവട്ടെ, ആധുനിക കാലത്ത് ജനാധിപത്യം കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാവുന്നുണ്ട്. അതിന് ഓരോ ഐക്കൺസ് വേണം. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള അതുള്ള ഇപ്പോഴത്തെ ചിഹ്നം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനെ പാടിപ്പൊഴുത്തുക എന്നുള്ള, ഇപ്പോൾ നരേന്ദ്രമോദിയെ എങ്ങനെ പാടിപ്പൊഴുത്തുന്നോ അതുപോലെയുള്ള ഒരു മെക്കാനിസമാണ് ഇതും. അത് താങ്കൾ കുറച്ചുകൂടി വരികൾക്കിടയിലൂടെ പറയാതെ കൃത്യമായി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഈ പാട്ടിൻ്റെ ഒരു സൗന്ദര്യം. നമ്മളെപ്പോഴും കുറച്ചുകൂടി സംഗീതം ആസ്വദിക്കുക, ഒരു സംഗീത ആസ്വാദനത്തിൻ്റെ ഫലമായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിപ്ലവഗാനം കേൾക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള അല്പം അത്തരം ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വരികളൊക്കെ വരുമ്പോൾ നമ്മളത് ആഹ്ലാദിക്കും. സത്യത്തിൽ ഈ പാട്ട് ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. ഈ പാട്ട് ആസ്വദിക്കുകയും അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മാത്രമല്ല അത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പിന്തുടർന്ന പാർട്ടിയുടെയും അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും സംഘടനകൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും അല്ലെ പാട്ട് എഴുതുമ്പോൾ ചിലപ്പോൾ ചിത്രസേനന് വന്ന വരികൾ അദ്ദേഹത്തിനെ കുറിച്ചായിരിക്കും എന്നുള്ള സ്വാഭാവികമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ച ചെയ്യണം. എനിക്ക് മറ്റൊരു ആംഗിളാണ് എൻ്റെ മനസ്സിലാക്കി തോന്നിയത്. ഈ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇന്നത്തെ സിവിൽ സർവീസിനെ സംബന്ധിച്ചും ജനപക്ഷ സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള ചർച്ച അത് കുറച്ചുകൂടി ഇത് അത്രത്തോളം അങ്ങനെ ഒരു ചർച്ചയാണോ എന്റെ മനസ്സിലാത്ത്? അല്ല, ഇതിലിപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. ഇപ്പൊ മന്ത്രിമാരെ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ പിണറായി വിജയന് മാത്രം മതി പാട്ട്. ബിനോയ് വിശ്വത്തെ കുറിച്ച് നിങ്ങളൊരു പാട്ടിറക്കുന്നത് ആലോചിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ശരി.